നമസ്കാരം. അപ്പോൾ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഇപ്പോൾ രാവിലെ സമയം 6:30 കോഴിക്കോട് ഇറങ്ങുകയാണ്. നമ്മൾ നേരെ പോണത് പാലക്കാട് വഴി മറയൂരിൽ നിന്ന് കാന്തല്ലൂർ കാണണം. അവിടെ ചന്ദനത്തോട്ടം, മറയൂർ ചന്ദനം അറിയാലോ, ചന്ദനത്തോട്ടമുള്ള ആകെയുള്ള സ്ഥലം കേരളത്തിൽ അവിടെയാണല്ലോ. അതും കഴിഞ്ഞ് അവിടെ നേരെ മൂന്നാർ പോയി താമസിക്കണം. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. അവൻ്റെ കൂടെ വരുന്നൊന്ന് മിസ്റ്റർ സുബൈർ, നമ്മളെ പഴയകാല ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ സ്ഥിരം ആള് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാർ കൂടെയാണ് യാത്ര. അപ്പം അങ്ങനെ പുതുനഗരം എത്തിയിട്ടുണ്ട്. തമിഴ്നാട് ബോർഡർ ഇപ്പോൾ എത്തും. തത്തമംഗലം വരുന്നുണ്ട്, ചിറ്റൂർ തത്തമംഗലം. അപ്പം നമ്മള് മീനാക്ഷിപുരത്ത് ചായ കുടിച്ചു. പൊറോട്ട കാണിച്ചില്ല കേട്ടോ, ചെറിയ ഹോട്ടലായിരുന്നു, ഇവിടെ വേറൊന്നുമില്ല. പിന്നെ പൊറോട്ട, ഇടിയപ്പം, മുട്ടക്കറി, പച്ചക്കറി. ഭക്ഷണം കണ്ടേ സുബേറെ? അടിപൊളിയാണോ? മതി. ഇനിയിപ്പോൾ നമ്മൾ മീനാക്ഷിപുരം ചെക്ക് പോയിന്റ് എത്താനായിട്ടുണ്ട്. മീനാക്ഷിപുരത്തിനാണല്ലോ തമിഴ്നാട് ബോർഡർ കിടക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് കടക്കാനാകുമ്പോൾ അതിന്റെ വ്യത്യാസം അറിയാനുണ്ടല്ലേ? അങ്ങനെ ഇതൊക്കെ പോയി, മരങ്ങളൊക്കെ കുറഞ്ഞു. പിന്നെ പ്ലാച്ചിമട, പ്ലാച്ചിമട എത്തി കേട്ടോ. പ്ലാച്ചിമട നമ്മൾ കേട്ടേ ഉള്ളൂ. ഇതാണ് പ്ലാച്ചിമട. ഇവിടെ ഇവിടെ കൊക്കോളന്റെ അല്ലേ കമ്പനിയുടെ ഇതല്ലേ? ഇതാ പ്ലാച്ചിമട, ഇതാണ് കമ്പനി. പ്ലാച്ചിമട പെപ്സി കമ്പനിയാണ്. മീനാക്ഷിപുരം എന്ന കേരളത്തിലെ അവസാനത്തെ ടൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെ തമിഴ്നാടായി, തമിഴ് ബോർഡുകളായി. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. കംപ്ലീറ്റ് ബോർഡെല്ലാം തമിഴിലായി, മലയാളം പോയി. തൊട്ടടുത്ത് തന്നെ, ജസ്റ്റ് ഒരു 50 മീറ്റർ വ്യത്യാസമുള്ളൂ. പൊള്ളാച്ചി 13. അപ്പൊ തമിഴ്നാട് കയറി 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴും ആകെ ഭൂപ്രകൃതി മാറി. റോഡ് നല്ല സ്ട്രൈറ്റ് റോഡായി, വീതിയുള്ള റോഡായി. അതുകൊണ്ട് 2 സൈഡിലും തെങ്ങും തോട്ടങ്ങള്, അടിപൊളി തെങ്ങും തോട്ടം. ഇതാണ് പൊള്ളാച്ചി തേങ്ങ. പൊള്ളാച്ചി തേങ്ങ ഫേമസ് ആണ്. ഇപ്പൊ ഗൾഫിലൊക്കെ കയറ്റി പോണ തേങ്ങ പൊള്ളാച്ചിയാണ്. പുതുമൽപ്പെട്ട റൂട്ടിലേക്ക് വളഞ്ഞ് പൊള്ളാച്ചി ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ. പൊള്ളാച്ചിക്ക് മുമ്പ് തന്നെ ഉടുമ്പേട്ട റൈറ്റിലേക്ക് വളഞ്ഞു. ഒന്ന് ആനമലൈ വഴിയാണ് പോണത്. പാലക്കാട് നിന്ന് വരുന്ന മധുര റെയിലൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത് മീറ്റർ ഗേജ് ആയിരുന്നു പണ്ട്, ഇപ്പൊ അത് ബ്രോഡ് ഗേജ് ആക്കി മാറ്റി. അടിപൊളി മരങ്ങൾ 2 ഭാഗത്തുമായിട്ട് നമ്മൾ തണലത്ത് കൂടെ പോണത്. ശരിക്കും നല്ല രസമുള്ള യാത്ര. അപ്പൊ നമ്മൾ ആനമല ടൗണെത്തിയിട്ടുണ്ട്. പറമ്പിക്കുളത്തേക്ക് റോഡ് ഇതിലാണ് കേട്ടോ. പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും പറമ്പിക്കുളത്തിലേക്ക് പോകണമെങ്കിൽ ഇതിലെ തമിഴ്നാട്ടിലൂടെ വഴിയുള്ളൂ. അപ്പൊ നമ്മൾ അമരാവതി ഡാം 52 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോവാണ്. ടോപ്പ് സ്ലിപ്പ് നേരെയാണ്, പിന്നെ പറമ്പിക്കുളം നേരെയാണ്. നമ്മൾ ലെഫ്റ്റിലേക്ക് പോവാണ്. 2 ഭാഗവും തെങ്ങും പുല്ലും എല്ലാം നിറഞ്ഞ വളരെ അടിപൊളി സ്ഥലമാണിത്. അപ്പർ ആളിയാർ ഡാമിൽ നിന്ന് വരുന്ന പുഴയുടെ ഭാഗമാണിത്. ഇത് നേരെ ചെന്ന് ചാടുന്നത് നമ്മുടെ ഭാരതപ്പുഴയിലേക്കാണ്. ഭാരതപ്പുഴയുടെ ഈ കൈവഴിയുടെ തീരങ്ങൾ വളരെ മനോഹരമാണ് കേട്ടോ. അപ്പം ഈ ആനമല കഴിഞ്ഞ ഉടനെ തന്നെ കേട്ടോ വാൽപ്പാറയ്ക്കുള്ള ഡൈവർഷൻ വരുന്നത്. വാൽപ്പാറ 60 കിലോമീറ്റർ ആണ്. ആളിയാർ ഡാം അറിയാലോ, അന്ന് എൻ്റെ കഴിഞ്ഞ വ്ളോഗിലും കണ്ടിട്ടുണ്ടാവും. ആളിയാർ ഡാമിലേക്ക് 18 കിലോമീറ്റർ. ഞങ്ങളൊന്ന് ഇതിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ നേരെ പോവാണ്, നമ്മൾ അങ്ങോട്ട് വളയില്ല, നമ്മൾ അമരാവതി നേരെ പോവാണ്. അപ്പം നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് തമിഴ്നാട്ടിൽ കണ്ട സംഭവം ഉഷാറാണ്. ഇപ്പോൾ 2-3 ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ കോമൺ ബാത്റൂം പോണ വഴിയിൽ ഞങ്ങളിപ്പോൾ ഇവിടെ മൂത്ര വയ്ക്കാൻ പോയി. വരുന്ന വഴിയിൽ കുറേ ഞങ്ങൾ കണ്ടു ഇതുപോലെ കോമൺ ബാത്റൂം. ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 5 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. അപ്പോൾ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് സ്ഥലം വരുന്ന വഴി മുഴുവൻ ഈ ആനമലൈ എന്ന് പറഞ്ഞ ഏരിയ കംപ്ലീറ്റ് തെങ്ങും തോട്ടങ്ങളാണ്. ഇപ്പോൾ ഇതിലെല്ലാം നല്ല കണ്ടാക്കല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം നോക്കുന്നതാണ്. എല്ലാത്തിൻ്റെ മുകളിലും തേങ്ങ ഉണ്ട് കേട്ടോ. മൂന്നാർ ഉദുമൽപ്പെട്ട റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് മറയൂർ വഴി മൂന്നാറെത്തും. അതിന് ഞങ്ങൾ അമരാവതി ഡാം, അമരാവതി മുതലവളത്ത് കേന്ദ്രം, ക്രൊക്കഡൈൽ ഫാം അമരാവതി ഒന്ന് കാണാനാണ് പരിപാടി. രാവിലെ 6:00 പുറപ്പെട്ടാണ്. ഇപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കടക്കുകയാണ്. അപ്പം 5 കിലോമീറ്റർ അമരാവതി ക്രൊക്കഡൈൽ പാർക്ക് വെൽക്കംസ് യു. അപ്പം ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് 5 കിലോമീറ്റർ പോകേണ്ടത്. ഞങ്ങളത് കണ്ടിട്ട് വരാം. അമരാവതി ഡാമുണ്ട്, അവിടെ പോയി നോക്കട്ടെ. ഞാനൊരു 25 കൊല്ലം മുമ്പ് വന്നതാണ്. അതിന് ശേഷമുള്ള അടുത്ത യാത്രയാണിത്. അപ്പോൾ അമരാവതി ഡാമിൽ കയറണമെങ്കിൽ ഒരു വണ്ടിക്ക് 20 രൂപ, ഒരാൾക്ക് 5 രൂപ ചാർജ്. ഇവിടെ ഗേറ്റ് കൊടുക്കണം, ഗേറ്റ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കയറണം കേട്ടോ. ഡാമാണ് ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണാൻ അമരാവതി ഡാമാണ്. ഡാമിനോട് അനുബന്ധപ്പെട്ടുള്ളതാണ് ക്രൊക്കഡൈൽ പാർക്കും. ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ് ആണ് കേട്ടോ.
അമരാവതി ഡാമിൻ്റെ ബോട്ട് ഹൗസ് ഉണ്ട്. ബോട്ട് ഹൗസ് ഉണ്ട്. അതുപോലെ ഇതാണ് ഡാമിൻ്റെ ഭാഗങ്ങൾ. പക്ഷെ ഇപ്പോൾ വെയിലിന് ഇതില്ലല്ലേ, ചൂടില്ലല്ലേ, തണുപ്പ്. ഞാൻ എടുത്തില്ല. അപ്പോൾ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 20 റുപ്യാണ്. പിന്നെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നത്, നല്ല പാർക്കിംഗ് ഒക്കെ ഉണ്ട്. വണ്ടിയുടെ പാർക്ക് ചെയ്യുന്നത് നമ്മൾ, അതിന് കൂടെ 50 രൂപ പറയും. പിന്നെ ക്യാമറ അലൗഡ് പൈസ കൊടുക്കണം. ഇപ്പോൾ മൊബൈൽ ക്യാമറ ആണെങ്കിലും മൊബൈൽ ഫോട്ടോ എടുക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണമല്ലോ. 100 രൂപ എടുത്തു മൊബൈൽ ഷൂട്ട് ചെയ്യാൻ. സഹോദരങ്ങൾ മുമ്പിൽ ഉണ്ടാവും. ഇത് കുറച്ചുള്ളൂ. പണ്ട് വന്നപ്പോൾ ഭയങ്കര വലുതായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ട് കാണുന്നുള്ളൂ. എന്താ ഇവിടെ ആന ഒരാൾ നിൽക്കുന്നുണ്ട്. അതിനടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി. ഇപ്പം ഇതാ മുതലുകളുണ്ട്, കുറേ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന്, അതാ വേറൊന്ന്, അവിടെ 3-5 ഉണ്ട്. പിന്നെ അവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഷൗക്കിന് സംശയം അല്ലേ? എന്താ ചോദിച്ചത്? ഒറിജിനാണോ? ഒറിജിനലാണോ? ഒറിജിനാണോ? ഒന്ന് വായ തുറക്കണം. അപ്പം ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കത്തിലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നീങ്ങി അടയാളം കണ്ടിട്ടോ അവിടെ കണ്ടോ? എൻ്റെ ഇടയ്ക്ക് നീങ്ങി വെള്ളത്തിന് കയറി അവിടെ നിന്ന് കിടക്കുകയാണ്. ഇത് കല്ലെടുത്ത് എറിഞ്ഞു നോക്കിയാലോ? അകത്ത് കിടക്കുമ്പോഴേ. അടുത്ത് എവിടെയാണ് ഈ സെക്ഷനിൽ? എന്താ നോക്കാം. പേടി. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ മുപ്പ് എന്തോ ഇളകി കളിക്കുന്നുണ്ട്. ഉണക്കാട്ട പോലെ കണ്ണ് വരെ അടച്ച കടന്നു തുടങ്ങണത്. ഹലോ, ഇതൊക്കെ കൊക്കറോയിൽ പാർക്കിൻ്റെ പുറത്തുള്ളൊരു പാർക്കാണ്. എല്ലാം പുല്ലിവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെയൊക്കെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ വന്ന് കാണുക മാത്രമൊന്നും ഉണ്ടെന്ന് തോന്നി. പക്ഷേ മുതലേ കാണാൻ അതിൻ്റെ വേറെ ഒന്നുമില്ല പ്രത്യേകം. ഈ വഴിക്ക് പോകുമ്പോൾ അങ്ങനെ കയറാം. പ്രത്യേകിച്ചൊരു രസമുണ്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടും, വേറെ കാര്യം. ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കണം. സഹോദരന്മാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുപോലെ ഫോട്ടോ എടുക്കാം കുറേ. അപ്പോൾ അമരാവതി ഡാമിൻ്റെ മുകളിൽ ഞങ്ങൾ കയറില്ല. കാരണം എന്താ വെച്ചാൽ കുറേ നടക്കണം. ഇപ്പോൾ സമയം ഉച്ച 12-1 മണിയായി. അപ്പോൾ ഈ 1 മണിക്ക് ചൂടും കൊണ്ട് കിടന്നാലും രക്ഷപ്പെടും. നല്ല ചൂടാണ് പുറത്ത്, കാരണം താഴത്തല്ല. ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുമ്പം അമരാവതി ഡാം കഴിഞ്ഞ് മുകളിലേക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എത്തുമ്പോൾ ഹൈറ്റെത്തി. അപ്പോൾ ചെറിയ തണുപ്പുണ്ടാവും. പിന്നെ അങ്ങോട്ട് മറവിലെത്തുമ്പോൾ പിന്നെ തണുപ്പായി. അപ്പോൾ എന്തായാലും നമ്മൾ മുകളിൽ കയറി നമ്മൾ പോവാണ്. അടുത്ത ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, ഇവിടെ ഗേറ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആനമലൈ ടൈഗർ റിസർവിൻ്റെ ലൈറ്റ് വെഹിക്കിളിന് 50 രൂപയാണ് ചാർജ്. ബസ് ലോറിക്ക് 100 രൂപയാണ് ചാർജ്. ബൈക്കിന് 20 രൂപയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവ് എന്ന് കേരളത്തിൻ്റെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ ഹെയർ പിന്നൊക്കെ ഉള്ള അതിദുർഘടമായ പാത ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ റോഡാണ് കണ്ടോ, തീരെ വലുപ്പില്ല. പിന്നെ ഇവിടെ ആനയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. ഇതുവരെ നമ്മളൊന്നും കണ്ടിട്ടില്ല, പോയി നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഹെയർ പിന്നാണ്. രണ്ടാമത്തെ ഹെയർ പിന്നാണ്. അപ്പം നമ്മൾ ആനമലൈ ടൈഗർ റിസർവിനോട് ഇവിടെ പറയാണ്. ഇപ്പോൾ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് അടുക്കുകയാണ്. തമിഴ്നാട് കഴിഞ്ഞു, ഇനി നമ്മുടെ കേരളമാണ്. ഇവിടെ ചെക്ക് പോയിന്റ് ഉണ്ട്. ചെക്ക് പോയിന്റ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ കേരള ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിന്റ് നമ്മളിവിടെ എഴുതി കൊടുക്കണം, വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ. കേരളത്തിൽ നിന്ന് തമിഴ്നാട് കൂടെ കേരളത്തിൽ കിടക്കാണ്. നമ്മളെ സുബൈർ സഹോദരൻ എഴുതി കൊടുത്തിട്ട് തിരിച്ചു വരുന്നുണ്ട്.
വെൽക്കം ടു ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. റോഡ് വളരെ ഡേഞ്ചറാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ അഹഡ്, ബി കോഷ്യസ്. കനോപ്പി ബ്രിഡ്ജിൻ്റെ കേട്ടോ. കനോപ്പി ബ്രിഡ്ജ് ഇടണോ? ആ മുകളിലല്ലേ, കുരങ്ങനെ കിടക്കാനുള്ള കനോപ്പി ബ്രിഡ്ജിൻ്റെ മുകളിൽ. അപ്പോൾ കേരളത്തിലേക്ക് കടന്നപ്പം അതിൻ്റെ സ്വഭാവം, റോഡിൻ്റെ സ്വഭാവമൊക്കെ മാറി. റോഡിൻ്റെ ലെവലൊക്കെ പോയി, കമ്പ്ലീറ്റ് കുടുക്കമാണ്. ചെറിയ റോഡാണ്, സൈഡിലേക്ക് ഭയങ്കര ഘട്ടമാണ്. ശരിക്കും ഡേഞ്ചർ തന്നെ കേട്ടോ. ഒരു വണ്ടി ഓപ്പോസിറ്റ് സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. റോഡ് നല്ല കാടാണ്. മരങ്ങൾ വലിയ ഹൈറ്റ് തുടങ്ങിയിട്ടില്ലെങ്കിലും നല്ല തിക്കാണ് കാട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോർഡ് വെച്ചിട്ട് വരെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഇതിൻ്റെ പറഞ്ഞിട്ട്. പക്ഷേ സംഭവമൊന്നും കാണുന്നില്ല അതിലായിട്ടും. അപ്പോൾ ചിന്നായ് വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിൽ ഒരു ഗവൺമെൻറ് ട്രൈബൽ LP സ്കൂളുണ്ട് കേട്ടോ. ചെമ്പക്കാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കട്ടപ്പന, കേരള ഡിസ്ട്രിക്റ്റിൻ്റെ അണ്ടറിലാണിത്. ഇതിലങ്ങോട്ട് പോയിട്ടാണ് സ്ഥലം. കാട്ടുള്ളിലാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ ഇങ്ങനെ കയറ്റം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കയറ്റം കയറിയിട്ടുണ്ട്, നല്ല ഹൈറ്റെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് സൈഡ് മരമായതുകൊണ്ട്, മരങ്ങൾ നിറഞ്ഞുകൊണ്ട് പുറത്തേക്കുള്ള കാഴ്ച കുറവാണ്. കുറച്ച് അപ്പുറത്തെ വ്യൂ പോയിന്റ് നിർത്തിയതൊന്ന് കാണണം. എന്തായാലും ഇങ്ങനെ ഹെയർപിൻ ഒട്ടുമില്ല, 2 ഹെയർപിൻ മാത്രമേ ഉള്ളൂ. പിന്നെ കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ മറയൂർ ഏകദേശം എത്താനായിട്ടുണ്ട്. ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കയറി കുറേ മുകളിലെത്തി. താഴത്ത് കാണാൻ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, പച്ച കളർ ഉണ്ടത്. പിന്നെ വളരെ താഴത്താട്ടോ. പിന്നെ മൃഗങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ താഴത്തൂടെ പുഴ പോകുന്നുണ്ട്. അവിടെ കാണാം അതിൻ്റെ വെള്ളം കണ്ടോ. മരമൊക്കെ ഇല പൊഴിച്ചിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. നിങ്ങൾ കയറി മുകളിലേക്ക് പോകണം. അതാണ് മൂന്നാറിൻ്റെ മുകൾ ഭാഗമാണിത്, ടോപ്പ് സ്റ്റേഷൻ. ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട്, മഴയില്ലാത്തതുകൊണ്ടേ അതേ വെള്ളമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങനെ കയറി വന്നാണ്. വന്ന് ഇങ്ങനെ നല്ല തെരുവ് കൂടെ വന്ന്. ഹെയർപിൻ ഇല്ല കേട്ടോ, ഹെയർപിൻ ആ ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ എത്തിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മറയൂർ എത്താനായി. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര വികസനമാണ്. നമ്മളിവിടെ നേരെ നമ്മൾ മൂന്നാർ പോകേണ്ടത്. നമ്മളൊന്ന് ജസ്റ്റ് ഇതിലൊന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് കാന്തല്ലൂർ പോണ്ടി പോവാണ്. ഭയങ്കര മാറ്റമാണല്ലോ. അപ്പം നമ്മൾ വന്നത് അവിടുന്നാണ്. ആ മലയുടെ നേരെ കയറി വന്ന് ഇതാണ് കോവിൽ കടവ്. അവിടെ നിന്ന് കോവിൽ കടവിഞ്ഞ് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോവാണ്. ആ കാണുന്ന മറയൂർ ടൗണാണ് ആ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പം ചുറ്റും കാണുന്ന വലിയ മല ഉണ്ട്, അതാണ് രാജമല. അത് കഴിഞ്ഞിങ്ങനെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ എൻ്റെ ഇത് മൂന്നാർ സൈഡായി അങ്ങനെ പോവാണ്. അപ്പോൾ ഇനി കാന്തല്ലൂർ ഭാഗം കൂടെ പോയി കാണണം. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ഈ ശർക്കര യൂണിറ്റ് കണ്ടത്, മറയൂർ ശർക്കര. മറയൂർ ശർക്കര ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അക്ഷയ ശർക്കര യൂണിറ്റ്, മറയൂർ ശർക്കര, നിർമ്മാണം കാണുന്നതിനും വാങ്ങുന്നതിനും. ഇവിടെ മറയൂർ ശർക്കര 80 കരിമ്പ് ജ്യൂസ്. ഞങ്ങളോരോ കരിമ്പ് ജ്യൂസ് കുടിച്ചു. സാധാരണ സിംഗിൾ ആയിട്ട് ഉണ്ടാക്കുന്ന കരിമ്പ് ജ്യൂസ് നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കുമ്പോൾ പിന്നെ മുറിച്ചൊന്നുമില്ല, ഒറ്റയടിക്ക് കരിമ്പ് ജ്യൂസ് വരികയാണ്. 20 രൂപ ചെറിയ ഗ്ലാസ്സാണ്. ഇവിടെ ശർക്കര ഉണ്ടാക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഇവിടെ എങ്ങനെയാ വെച്ചാൽ, ഇവിടെ നമ്മൾ കരിമ്പ് കൊണ്ടുവരും. കരിമ്പൊക്കെ ഇവിടുത്തെ കൃഷി, അവിടെ കാണുന്ന കരിമ്പ് കൃഷിയാണ്. ഈ മറയൂരിലെ മെയിൻ കരിമ്പ് കൃഷിയാണ്. അതിനെക്കൊണ്ട് കരിമ്പ് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുമ്പോഴത്തെ വലിയ മെഷീനാണ്, ഇതിനകത്ത് ഇടും. എന്നിട്ട് ഇതിനകത്ത് ഈ മെഷീനിൽ നിന്ന് വരുന്ന കരിമ്പിൻ്റെ നീര് ഇവിടുന്ന് പൈപ്പ് വഴി, ആ പൈപ്പ് കണ്ടതാ, ആ പൈപ്പ് വഴി നേരെ പോയിട്ട് ഇതിലേക്ക് വീഴാണ്. ഇതിനകത്ത് ഇവിടുന്ന് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ചിട്ടത് നേരെ പേസ്റ്റായിട്ട് അടി വരും. അത് നേരെ അതിൽ വന്ന് ഇവിടുന്ന് ഒരു പൊടി ഇതാക്കിയിട്ട് ശർക്കര പൊടിയായിട്ടും വെക്കുന്നുണ്ട്, കൂടാണ്ട് ഇല്ലാണ്ടും വെക്കുന്നുണ്ട്. ശർക്കരയിൽ പാനീയം കുപ്പിയിലാക്കാൻ കണ്ടിരിക്കുന്നത്, പാനീയമാണ് ഇത് കറുപ്പ് കാണുന്നത്. ഇതിപ്പം എത്ര മണിക്കൂർ തിളപ്പിക്കണ നീര്? 3.5 മണിക്കൂർ. ഒരു പ്രാവശ്യം വന്ന് നീര് 3 മണിക്കൂർ തിളപ്പിച്ചാൽ ഇതുപോലെ കട്ടിയായി വരും അല്ലേ? എന്നിട്ട് അതവിടെ അങ്ങനെ അവിടെ വാൾവ് ഉണ്ടാവും അല്ലേ? വാൾവ് തുറക്കുമ്പോൾ കട്ടിയിലെ പുറത്ത് വരും, അതിന് ഇതാവും. അപ്പം ഇതിനകത്ത് ഇത് കട്ടാൻ പറഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിനകത്ത് ഒന്നും ചേർക്കില്ല, മിക്സ് ഒന്നുമില്ല, അപ്പോൾ താനേ അത്. അപ്പോൾ ആ
ആ കുമ്മായം കത്തി വെള്ളം 2 ഗ്ലാസ് വയ്ക്കുമ്പോൾ കിട്ടുക. ആ ഓക്കെ ഓക്കെ. പായസം പോലെ വരും. ആ പിന്നെ അതിൻ്റെ ചൂടാറുമ്പോൾ അത് കട്ടിയാവും. എന്നിട്ട് നിങ്ങൾ പിന്നെ പൊടിക്കണ ഇങ്ങനെ അടിച്ച് പിടിക്കണേ ചെയ്യാ? നിങ്ങൾ അടിച്ചു പിടിക്കണേ ചെയ്യാനല്ലേ? ആ ശരിയാണ്. വേറെ പൊടിക്കും വിഷയമൊന്നുമല്ല. അപ്പോൾ ഈ ഉണ്ടാക്കണ എങ്ങനെ ആ പാക്കറ്റിൽ കൈകൊണ്ട് പിടിച്ച് പിടിക്കുകയാണ്? ഓക്കെ ഓക്കെ. ആ ശരിയാ. ഒരു കുടുംബശ്രീ യൂണിറ്റാണ് കേട്ടോ. ഇതിനകത്ത് ആ ഒരു അരിപ്പോൾ സാധനം കാണുന്നത് എന്താണ്? ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ. ആ ആ ആ എന്നുണ്ടെങ്കിൽ അതതിൽ പിടിക്കും അല്ലേ? അതിൽ അരിച്ചെടുക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പം അത് ഓക്കെ. അങ്ങനെ വരുന്ന വേസ്റ്റ് അതിനകത്തുള്ള അല്ലേ? ശർക്കര ഫാക്ടറിയും കണ്ട് മൂന്നാറിലേക്കുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.